ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്ലാനിങ്. ഇത് വെച്ചതിന് ശേഷമാണ് നമ്മൾ കൂട് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം നമുക്കതിനാവശ്യമായ ഷീറ്റ് എടുക്കണം, കാർഡ്ബോർഡ് ഷീറ്റ്. അതിൽ 4 സൈഡും കറക്റ്റ് അളവിൽ സ്ക്വയർ ചെയ്ത് അളക്കണം. നമ്മൾ ഓരോ കൂടിൻ്റെ അളവ് കൊടുക്കുന്നത് 30ആണ്. അളവ് 30ഉം പൊക്ക 20ഉമാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ അതനുസരിച്ച് 4 സൈഡും കോർണർ കട്ട് ചെയ്തെടുക്കണം. അത് നമ്മൾ അളന്ന് വരയ്ക്കാൻ പോവുകയാണ്. അതിനായി നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു നൂലിൽ പൊടി മിക്സ് ചെയ്ത് തേച്ചതിന് ശേഷമാണ്. അപ്പോൾ അത് സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് കറക്റ്റ് 30 സെൻറ്റിമീറ്റർ അളന്ന് നമ്മളെല്ലായിടത്തും ഓരോ മാർക്ക് ചെയ്ത് ക്രോസിന് ഇതടിക്കാൻ പോവുകയാണ്, പൊടി അടിക്കാൻ പോകുന്നു. അതിനുശേഷം നമുക്ക് എക്സ്ട്രാ ആയിട്ട് വേണ്ടാത്ത ഭാഗങ്ങളെല്ലാം 4 സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കളയുക. ഇതുപോലെ തന്നെ നമ്മൾ 4 സൈഡും കട്ട് ചെയ്ത് കളയാണ്. ഇത് രണ്ടാമത്തെ സൈഡാണ്. എക്സ്ട്രാ നമുക്ക് കിട്ടുന്ന എല്ലാ പീസുകളും വെച്ചിരിക്കണം. നമുക്കടുത്ത് അതിൻ്റെ അകത്ത് ഓരോ പാർട്ട് എടുത്തിരിക്കാനുള്ളതാണ്. അപ്പോൾ അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഇതിൽ ഏകദേശം 5 എണ്ണമാണ് ചെയ്യുന്നത്. 5 പെട്ടികളാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ അകത്ത്. അപ്പോൾ അതിനനുസരിച്ചുള്ള കൂടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക ആദ്യം. എന്നിട്ട് ഇതിൻ്റെ 4 സൈഡ് നമ്മൾ മടക്കി ഒരു പെട്ടി പോലെ ആക്കി എടുക്കണം. എന്നിട്ട് അതിനെ സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടിക്കണം. ഇത് ഉഡ്ഫില്ലാണ്. ഉഡ്ഫില്ല് വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും, ഇളകി പോവുകയില്ല. ഇതേപോലെ 4 സൈഡ് നമ്മൾ ഒട്ടിച്ചെടുക്കേണ്ടതാണ്. ഫില്ല് വെച്ച് ഒട്ടിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ട് ഒട്ടിയിരിക്കും. നമ്മൾ വലിച്ചാലും വരയുന്നില്ല തിരിച്ച്. ഇത് അവസാന ഭാഗം ഒട്ടിക്കാൻ പോവുകയാണ്. ഇതേപോലെ ഒട്ടിക്കുമ്പോൾ കറക്റ്റ് അതിൻ്റെ അകംഭാഗം 30 സെൻറ്റിമീറ്ററും അതിൻ്റെ പൊക്കം 20 സെൻറ്റിമീറ്ററും കണക്കിന് കിട്ടും. ഇനി നമുക്ക് അടുത്ത ആവശ്യം അതിൻ്റെ ഉള്ളിൽ പാർട്ടായിട്ട് നമുക്ക് 5 ബോൾസ് എടുത്തിരിക്കണം. അതിന് വേണ്ടിയിട്ട് 20 സെൻറ്റിമീറ്റർ പൊക്കത്തിലും 30 സെൻറ്റിമീറ്റർ നീളത്തിലും നമ്മൾ 5 കാർഡ്ബോർഡ് പെട്ടി എടുത്തിട്ടുണ്ട്. അത് 5 കറക്റ്റ് അളവിൽ വയ്ക്കണം. 30 സെൻറ്റിമീറ്റർ അളവിലാണ് നമ്മൾ നീക്കി വയ്ക്കുന്നത്. അപ്പോൾ എന്നിട്ട് എല്ലാം 30 സെൻറ്റിമീറ്റർ അളവിൽ സൂപ്പർ ഇത് വെച്ച് ഒട്ടിക്കണം. ഇതൊട്ടിക്കുമ്പോൾ 3 സൈഡ് നല്ലപോലെ ഒട്ടിക്കണം. തറയും അതിൻ്റെ താഴ്ഭാഗവും 2 സൈഡും. അതിനെ ഒട്ടിക്കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആവുന്നതാണ്. അതുപോലെ രണ്ടാമത്തെ പീസ് ഒട്ടിക്കണം. നമ്മളിത് ചെയ്യണത് ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ എങ്ങനെയാണ് നമുക്കൊരു ഞണ്ടിൻ്റെ കൂട് നിർമ്മിച്ചെടുക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇത് നമ്മൾ ചെയ്യണത് ഒരു ഹൈടെക് കൂടാണ്. അതായത് ഇതിൽ വെള്ളം കയറി ഇറങ്ങി പോകാൻ കണക്കിനുള്ള ഒരു കൂടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതാകുമ്പോൾ നല്ല സ്ട്രോങ് ആയിരിക്കും. ഇതിലിങ്ങനെ ഫൈബർ ഗ്ലാസ് മെറ്റീരിയൽസ് കൂടെ ചെയ്യുമ്പോൾ നല്ല സ്ട്രോങ് ആയിരിക്കും. ഇതിലിങ്ങനെ നമുക്ക് അടുത്ത ആവശ്യം ചരിവാണ്. ഇതിൻ്റെ ഫ്രണ്ട് ഡോറ് വയ്ക്കാൻ കണക്കിന് നമ്മൾ ചരിവെടുക്കുകയാണ്. അത് നമ്മളെ ഇഷ്ടം പോലെ എത്ര വേണം അളവ് കൊണ്ട് നമുക്ക് ചരിവെടുക്കാവുന്നതാണ്. ഫ്രണ്ടിലോട്ടൊരു സ്ലോപ്പ് ഇട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. ഇതിങ്ങനെ
നമുക്കിതിൽ വെള്ളം തങ്ങി നിൽക്കേണ്ടത് ഒരു 3 സെൻറ്റിമീറ്റർ അളവിൽ മാത്രം വെള്ളം തങ്ങി നിന്നാൽ മതി. ബാക്കി മേലോട്ട് വെള്ളം തങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു 10 സെൻറ്റിമീറ്റർ പൊക്കത്തിൽ വെച്ച് ഫ്രണ്ടിൽ നിന്ന് പകുതി ചരിച്ച് കട്ട് ചെയ്ത് കളയുന്നതാണ്. ആ 10 സെൻറ്റിമീറ്ററിൻ്റെ മേലോട്ടുള്ള ഭാഗത്തിലാണ് നമ്മൾ ഡോറ് കൊടുക്കുന്നത്. അപ്പോൾ അകത്തെ വെച്ചിങ്ങനെ പീസിലും പുറത്ത് വെച്ചിങ്ങനെ എല്ലാ സൈഡിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് മാത്രം കട്ട് ചെയ്ത് ഇതേപോലെ മാറ്റണം. ഇതേപോലെ ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കൂടിൻ്റെ മുക്കാൽ ഭാഗം പണിയും കഴിയും. ഇതുവഴിയാണ് നമ്മൾ ഞണ്ടിന് ഇടുന്നത് എടുക്കുന്നത് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ സൈഡ് ചരിച്ച് ഏതെങ്കിലും ഒരു സൈഡിൽ ഫ്രണ്ടിലായിട്ട് നമുക്ക് ഡോർ കണക്കിന് ഇതുപോലെ ചരിച്ചെടുക്കേണ്ടതാണ്. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യം ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കണം നീളത്തിന് കറക്റ്റ് അതിൻ്റെ ഫുൾ ലെങ്തിൽ. അതായത് ഈ പീസ് വേണം ഫ്രണ്ടിൽ വെച്ചിട്ട് ചെറിയൊരു ഡോറിൻ്റെ കണക്കായി കൊടുക്കാൻ. അപ്പോൾ അത് നമ്മൾ റൂഫിലോട്ട് വയ്ക്കുകയാണ്. ഇത് രണ്ട് ഏറ്റവും റൂഫിൽ വെച്ച് മറക്കുകയും ആ ചെറിയ പീസ് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ചരിച്ച് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നമ്മൾ ഒട്ടിച്ചെടുക്കാൻ പോവുകയാണ് അതിനെല്ലാം. ഇതൊരു ലുക്കിന് വേണ്ടിയിട്ടും പിന്നെ ഇത് നമ്മളെ ഡോറ് വന്ന് കറക്റ്റായിട്ട് ഉള്ളിലോട്ട് ഇറങ്ങി പോകാതിരിക്കാൻ ഇത് നമ്മൾ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മേളിൽ കൂടെയാണ് ഞാൻ അടുത്ത് നമ്മൾ ഡോറ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. യാതൊരു കാരണവശാലും ഡോറ് അകത്തോട്ട് ഇറങ്ങിപ്പോവുകയില്ല. ഇതേപോലെ ഫ്രണ്ടിൽ നമ്മൾ ഫുള്ളായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക്.